ഓക്കെ, ഇതിനു മുമ്പ് നമുക്ക് നോക്കിയതെന്ന് പറയുമ്പോൾ ഫോറിയർ ഇൻ്റഗ്രൽ ട്രാൻസ്ഫോമാണ്. ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് ഫോറിയർ ട്രാൻസ്ഫോമാണ്. ഫോറിയർ ട്രാൻസ്ഫോമിൽ നമുക്ക് ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ ഫോർമുലയും അതിൻ്റെ ഇൻവേഴ്സ് ഫോർമുലയും, അതുപോലെ ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോമും അതിൻ്റെ ഇൻവേഴ്സ് ഫോർമുലയും, അതുപോലെ ഫോറിയർ സൈൻ ട്രാൻസ്ഫോമും അതിൻ്റെ ഇൻവേഴ്സ് ഫോർമുലയും. ഞാൻ അതിന് മുമ്പ് പറഞ്ഞ പോലെ ഈ ഏരിയ നമുക്ക് ഒത്തിരി എളുപ്പമാണ്. ഫോറിയർ ഇൻ്റഗ്രൽ ട്രാൻസ്ഫോമിൻ്റെ പ്രോബ്ലം നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. അതും അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഒത്തിരി എളുപ്പം തന്നെയാണ്. ഞാൻ നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട്. അതുപോലെ ഫോറിയർ ട്രാൻസ്ഫോം അതിനെക്കാട്ടിയും കുറച്ച് എളുപ്പമാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് ഹെഡിങ് എന്ന് പറഞ്ഞത് ഫോറിയർ ട്രാൻസ്ഫോം. ഫോറിയർ ട്രാൻസ്ഫോം. ഓക്കെ, അതിൽ ഫസ്റ്റ് നമ്പർ 1, the Fourier transform of a function f of x is denoted by capital F of omega and is defined by f of omega equal to 1 by square root of 2 pi integral minus infinity to plus infinity. നമുക്ക് തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ്, ഏത് ഫംഗ്ഷൻ, നമ്മുടെ ഗിവൺ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഡി എക്സ്. ഓക്കെ, വേറെ ഒന്നുമില്ല, നമുക്ക് എഫ് ഓഫ് എക്സ് ഏത് ഫംഗ്ഷൻ തന്നിരിക്കുന്നോ ആ ഫംഗ്ഷൻ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, പിന്നെ ഇ റൈസ് ടു ഐ ഒമേഗ എക്സിൻ്റെ വിത്ത് റെസ്പെക്ട് എക്സിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഇടുമ്പോൾ അത് വരുന്ന ഫംഗ്ഷൻ ഓഫ് ഒമേഗയിൽ വരുന്നതുകൊണ്ടാണ് ഇത് ക്യാപിറ്റൽ എഫ് ഓഫ് ഒമേഗ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ ഇൻവേഴ്സ് ഫോർമുല എന്ന് പറയുന്നത് ഈ ക്യാപിറ്റൽ എഫ് ഓഫ് ഒമേഗയുടെ നമുക്ക്, അതായത് ഈ ക്യാപിറ്റൽ എഫ് ഓഫ് ഒമേഗ ഏത് ഫംഗ്ഷൻ്റെ ഫോറിയർ ട്രാൻസ്ഫോമാണ്. അത് ഏത് ഫംഗ്ഷൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം എടുത്തപ്പോൾ എഫ് ഓഫ് ഒമേഗ കിട്ടി, ആ ഫംഗ്ഷനാണ് നമുക്ക് എന്ത് പറയും, ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് ഡബ്ല്യു എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്പർ 2 അതിൽ വരുന്ന നമ്പർ 2 the inverse Fourier transform of capital F of omega is given by f of x is equal to അതേ സെയിം ആണ് 1 by square root of 2 pi integral minus infinity to plus infinity capital F of omega e raised to I omega x into d omega. വളരെ ക്ലിയർ ആയിട്ട് ഫോർമുല നോക്കേണ്ടത്, ഇവിടെ മൈനസ് ഐ ഒമേഗ എക്സ് ആണ്, ഇവിടെ ഇ റൈസ് ടു ഐ ഒമേഗ എക്സ് ഇൻറ്റു ഡി ഒമേഗ. ഇതിനെ വിത്ത് റെസ്പെക്ട് ഒമേഗയ്ക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി ലോവർ മൈനസ് ഇൻഫിനിറ്റി ഇടുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഫംഗ്ഷൻ എക്സ് ആയിരിക്കും. അപ്പോൾ ഇതെന്താണ്, ഈ എഫ് ഓഫ് ഒമേഗയുടെ എഫ് ഓഫ് ഒമേഗ ഏത് ഫംഗ്ഷൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം ആയിരുന്നോ ആ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് നമുക്ക് കിട്ടും. ഇതാണ് ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. പിന്നെ നമ്പർ അതിൽ വരുന്ന ഇത് നമ്പർ ക്യാപിറ്റൽ നമ്പർ 1 എന്ന് എടുക്കാം. അതിൽ വരുന്ന ഫസ്റ്റ് ഫോർമുലയും സെക്കൻഡ് ഫോർമുലയും. പിന്നെ നമ്പർ 2 ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം. Okay, the Fourier cosine transform of f of x is, and directly f of x is given by fc of omega. fc denote ചെയ്യുന്നത് എന്താണ്, കൊസൈൻ ഫോറിയർ എന്നാണ് കേട്ടോ. സി വിടുമ്പോൾ എന്താണ്, കൊസൈൻ ട്രാൻസ്ഫോം ഡിനോട്ട് ആണ് എഫ് സി ഓഫ് ഒമേഗ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2 by pi ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി, പോസിറ്റീവ് സൈഡ് മാത്രമാണ്. ഓക്കെ, ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി നമ്മുടെ കയ്യിലുള്ള ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇൻറ്റു കാസ് ഒമേഗ എക്സ് ഡി എക്സ്. ഓക്കെ, ഈ ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് അപ്പർ ലിമിറ്റ് ഇടുമ്പോൾ കിട്ടുന്ന ടേം ഫംഗ്ഷൻ ഓഫ് ഒമേഗ ആയിരിക്കും. അതുകൊണ്ട് എഫ് ഓഫ് ഒമേഗയും സി ഡിനോട്ട് ചെയ്യുന്നത് കൊസൈൻ ട്രാൻസ്ഫോം ആണ്. ഓക്കെ, ഇതിൻ്റെ ഇൻവേഴ്സ് ഫോർമുല. അപ്പോൾ അതിൽ പറഞ്ഞ നമ്മൾ ഇൻവേഴ്സ് ഫോർമുല
ഇത് നമ്മുടെ ഫസ്റ്റ് നമ്പർ 1 ഇതാണ് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോമിൻ്റെ ഫോർമുല. സോ അവിടെ വരുന്നത് ദ ഇൻവേഴ്സ് ഫൊറിയർ cosine transform of f of x is the inverse Fourier transform of f of x is എന്താണ് അതിന് മീനിങ്? സോ ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് അല്ല, എന്താണ് ദ ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് സി ഒമേഗ ഈസ്. അതിന് മീനിങ് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. എന്താണ് ഈ എഫ് സി ഓഫ് ഒമേഗ ഏത് ഫംഗ്ഷൻ്റെ ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം ആയിരുന്നു ആ ഫംഗ്ഷനെ കാണുന്നതാണ് ഇൻവേഴ്സ് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം എന്നത്. ദ ഇൻവേഴ്സ് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് എഫ് സി ഓഫ് ഒമേഗ എക്സ് ഈസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു അതേ സെയിം ആണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2/π ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എഫ് സി ഓഫ് ഒമേഗ ഇൻറ്റു കാസ് ഒമേഗ എക്സ് ഡി ഒമേഗ, കാസ് ഒമേഗ എക്സ് ഡി ഒമേഗ. നേരത്തെ ഉള്ളതേ സെയിം ആണ്. ഓക്കെ, തന്നിരിക്കുന്ന ഫംഗ്ഷൻ കൊസൈൻ ട്രാൻസ്ഫോം, ഒരു ഫംഗ്ഷൻ്റെ എഫ് ഓഫ് എക്സിൻ്റെ കൊസൈൻ ട്രാൻസ്ഫോം കണ്ടപ്പോൾ എഫ് സി ഓഫ് ഒമേഗ ആയിരുന്നു. ഇപ്പോൾ ഇൻവേഴ്സ് ഫോർമുല മീനിങ് എന്താണ്? എഫ് സി ഓഫ് ഒമേഗ ഏത് ഫംഗ്ഷൻ്റെ ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം ആയിരുന്നോ അത് കാണാനുള്ള ഫോർമുലയാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2/π ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എഫ് സി ഓഫ് ഒമേഗ കാസ് ഒമേഗ എക്സ് ഇൻറ്റു ഡി ഒമേഗ. പിന്നെ അതിൽ വരുന്ന നമ്പർ തേർഡ് Fourier sine transform. Okay, the Fourier I will number 1. The Fourier sine transform of f of x is given by capital F S of omega. മനസ്സിലായി കാണും. ഈ എസ് ഡിനോട്ട് ചെയ്യുന്നത് സൈൻ ട്രാൻസ്ഫോമിനാണ്. ഇത് ഫംഗ്ഷൻ ഓഫ് ഒമേഗയിൽ വരുന്നതുകൊണ്ട് എഫ് എസ് ഒമേഗ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2/π ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. ഇതിന് മുമ്പുള്ള കൊസൈൻ ട്രാൻസ്ഫോമിൻ്റെ ഫോർമുല എന്തായിരുന്നു? ഈ സൈൻ ഒമേഗ എക്സിന് പകരം കാസ് ഒമേഗ എക്സ് ആയിരുന്നു. ഇവിടെ ജസ്റ്റ് ചേഞ്ച് ചെയ്യുള്ള കൊസൈന് പകരം സൈനാണ്. ഓക്കെ, പിന്നെ ദ ഇൻവേഴ്സ് ഫോർമുല, ദ ഇൻവേഴ്സ് ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം ഓഫ് ഏത് ഫംഗ്ഷനാണ്? എഫ് എസ് ഓഫ് ഒമേഗ. ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് എസ് ഓഫ് ഒമേഗ ഈസ് എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, അതും അതേ നേരത്തുള്ള അതേ സെയിം ഫോർമുലയാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2/π ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി. ഇവിടെ എന്ത് വരും? എഫ് സി ഓഫ് ഒമേഗ ഇൻറ്റു കാസ് ഒമേഗ എക്സ് ഇൻറ്റു ഡി ഒമേഗ. വിത്ത് റെസ്പെക്ട് ടു ഒമേഗയെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യും. അപ്പർ ലിമിറ്റ് ഇടുമ്പോൾ ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫംഗ്ഷൻ ഓഫ് എക്സിൽ കിട്ടും. അപ്പോൾ ഇത്രയും ഫോർമുല ഒന്ന് ക്ലിയർ ചെയ്യും. ഈ ഫോർമുലയിൽ ഈ കാണുന്ന മൈനസ് ഇൻഫിനിറ്റിയോ പ്ലസ് ഇൻഫിനിറ്റിയോ ഇതൊക്കെ കണ്ടൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പ്രോബ്ലങ്ങൾ ചെയ്യുമ്പോൾ ഒത്തിരി എളുപ്പമായിട്ട് തന്നെ ഇരിക്കും, നീ പേടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഈ ഫോർമുലയിൽ ജസ്റ്റ് ഒന്ന് നോക്കുക, അത്ര ചെയ്താൽ മതി. നമ്മുടെ ഫസ്റ്റ് ഫോർമുല മനസ്സിലാക്കാണ് തന്നിരിക്കുന്ന ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം കാണേണ്ട ഫോർമുല. സെക്കൻഡ് ഫോർമുല എന്ന് പറയുമ്പോൾ എന്താണ്? അതിൻ്റെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എന്താണ്? പിന്നെ രണ്ടാമത് പറഞ്ഞ ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം കാണേണ്ട ഫോർമുല. പിന്നെ അതിൻ്റെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം കാണേണ്ട ഫോർമുല. പിന്നെ ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം കാണേണ്ട ഫോർമുല. പിന്നെ അതിൻ്റെ ഇൻവേഴ്സ് കാണേണ്ട ഫോർമുല. ഓക്കെ, കാര്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? ഈ ഫോർമുല എല്ലാം ഒരു ടേബിളിൽ നിങ്ങൾ ക്ലിയർ ആയിട്ട് ഇടുക. ഞാൻ പോസ് ചെയ്തിട്ട് ഇത്രയും നോട്ട് എടുക്കുക. ഞാൻ അതിനുശേഷം നമുക്ക് കുറച്ച് പ്രോബ്ലത്തിൽ പോകാം. ഓക്കെ,
നമുക്ക് നോക്കും മുമ്പ് ഒരു ചെറിയ കാര്യം ഞാൻ ഒന്ന് പറയുന്നത് നോട്ടായിട്ട്. ആ നോട്ട് എന്ന് പറയുന്നത് ഇ റൈസ് ടു ഐ തീറ്റയുടെ പേര്. ഇ റൈസ് ടു ഐ തീറ്റ എന്ന് പറയുമ്പോൾ കാസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ആണ്. നമുക്ക് ഇത് +2 നോക്കിയതാണ്. കോംപ്ലക്സ് നമ്പർ ഇടുമ്പോൾ ഇ റൈസ് ടു ഐ തീറ്റ ഈക്വൽ ടു കാസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. അതുപോലെ ഇ റൈസ് ടു മൈനസ് ഐ തീറ്റ, ഇ റൈസ് ടു മൈനസ് ഐ തീറ്റ ഈക്വൽ ടു കാസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റ. ഈ രണ്ട് ഫോമിൽ നോട്ട് ചെയ്യണം. പിന്നെ ഞാൻ ജസ്റ്റ് മുമ്പ് അതായത് നമ്മുടെ ഫുറിയർ ട്രാൻസ്ഫോം, ഇൻ്റഗ്രൽ ട്രാൻസ്ഫോം തുടങ്ങും മുമ്പ് ഈവൻ ഫംഗ്ഷനും ഓഡ് ഫംഗ്ഷനെയും കുറിച്ച് ഞാൻ പറയുകയാണ്. ആ ഈവൻ ഫംഗ്ഷനും ഓഡ് ഫംഗ്ഷനും എവിടെയാണ് യൂസ് ആകും? ഈ ഫുറിയർ ട്രാൻസ്ഫോമിൽ കൂടുതൽ യൂസ് ആകുമെന്ന് പറഞ്ഞു. അതിൽ ഈവൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എക്സിൻ്റെ പവർ ഈവൻ വരുന്നതെല്ലാം ഈവൻ ഫംഗ്ഷനാണ്. കൊസൈൻ ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷനാണ്. ഏതൊരു കോൺസ്റ്റൻ്റ് എടുക്കുകയാണെങ്കിലും അത് ഈവൻ ഫംഗ്ഷനാണ്. ഇത് ഇത്രയും ഈവൻ ഫംഗ്ഷൻ. പിന്നെ ഓഡ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എക്സിൻ്റെ പവർ ഓഡ് വരുന്നതെല്ലാം ഓഡ് ഫംഗ്ഷൻ. പിന്നെ സൈൻ എക്സ് ഒരു ഓഡ് ഫംഗ്ഷനാണ്. പിന്നെ അവിടെയും കുറച്ച് റിസൾട്ട് ഞാൻ തന്നിട്ടുണ്ട്. ഈവൻ ഫംഗ്ഷനെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈവൻ ഫംഗ്ഷനാണ്. അതുപോലെ ഈവൻ ഫംഗ്ഷനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈവൻ ഫംഗ്ഷനാണ്. മൾട്ടിപ്ലൈ ചെയ്യുന്നതും ഡിവൈഡ് ചെയ്യുന്നതും സെയിം ആണ്. അതുപോലെ ഒരു ഓഡ് ഫംഗ്ഷനെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ ഡിവൈഡ് ചെയ്യുമ്പോഴോ നിനക്ക് ഈവൻ ഫംഗ്ഷനാണ് കിട്ടുന്നത്. ഇപ്പോൾ ഓഡ് ഫംഗ്ഷൻ ഇൻറ്റു ഓഡ് ഫംഗ്ഷൻ എന്താണ്? ഈവൻ ഫംഗ്ഷനാണ്. അതുപോലെ ഒരു ഈവൻ ഫംഗ്ഷനെയും ഓഡ് ഫംഗ്ഷനെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്താണ്? ഒരു ഓഡ് ഫംഗ്ഷൻ കിട്ടും. രണ്ട് ഡിഫറൻറ്റ് ഫംഗ്ഷനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈവൻ ഫംഗ്ഷനെയും ഓഡ് ഫംഗ്ഷനെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിനക്ക് എന്ത് കിട്ടും? ഓഡ് ഫംഗ്ഷൻ കിട്ടും. പിന്നെ രണ്ട് ഈവൻ ഫംഗ്ഷനെ ആഡ് ചെയ്യുമ്പോഴോ, അതായത് രണ്ട് സെയിം ഫംഗ്ഷനെ ആഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോഴോ കിട്ടുന്നത് എന്താണ്? അതേ സെയിം ഫംഗ്ഷനാണ്. ഒരു ഈവൻ ഫംഗ്ഷൻ പ്ലസ് ആർ മൈനസ് ഈവൻ ഫംഗ്ഷൻ ഒരു ഈവൻ ഫംഗ്ഷനാണ്. അതുപോലെ ഒരു ഓഡ് ഫംഗ്ഷൻ പ്ലസ് ആർ മൈനസ് ഓഡ് ഫംഗ്ഷൻ എന്താണ്? ഒരു ഓഡ് ഫംഗ്ഷനാണ്. അപ്പോൾ ഇത്രയും റിസൾട്ട് ആൾറെഡി തന്നിട്ടുണ്ട്. അതിനുശേഷം പിന്നെയും ഒരു റിസൾട്ട് തന്നാണ്. സപ്പോസ് എഫ് ഓഫ് എക്സ് ഒരു ഈവൻ ഫംഗ്ഷൻ, പിന്നെ ഇൻ്റഗ്രൽ -L ടു +L എഫ് ഓഫ് എക്സ് ഡി എക്സിൻ്റെ വാല്യൂ എഫ് ഓഫ് എക്സ് ഈവൻ ആണെങ്കിൽ അതിന് 2 ടൈംസ് ഇൻ്റഗ്രൽ 0 ടു L എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് എടുക്കാൻ പറ്റും. ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈവൻ പിന്നെ ഇൻ്റഗ്രൽ -L ടു +L എഫ് ഓഫ് എക്സ് ഡി എക്സിനെ എങ്ങനെ എടുക്കാൻ പറ്റും? 2 ടൈംസ് ഇൻ്റഗ്രൽ 0 ടു L എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് എടുക്കാൻ പറ്റും. അതുപോലെ എഫ് ഓഫ് എക്സ് ഒരു ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ഇൻ്റഗ്രൽ -L ടു +L എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു നീ ഇൻ്റഗ്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, അതിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഒരു ഓഡ് ഫംഗ്ഷൻ ഐഡൻറ്റിഫൈ ചെയ്താൽ നീ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? -L ടു +L ആണെങ്കിൽ ഇൻ്റഗ്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, അതിൻ്റെ വാല്യൂ 0 ആണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിട്ട് നമുക്ക് ഈ ഫസ്റ്റ് പ്രോബ്ലത്തിൽ പോവാം. സോ ഫൈൻഡ് ദി ഫുറിയർ ട്രാൻസ്ഫോം ഓഫ് നമ്പർ 1. ഫൈൻഡ് ദി Fourier transform of f of x is equal to 1 modulus of x less than a, 0 modulus of x greater than a. ഓക്കെ, ഈ മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ എനെ കുറിച്ച് ഞാൻ ആൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ 2 എന്നിരിക്കട്ടെ. മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ 2 എന്ന റിയൽ ലൈനിൽ ആൾറെഡി ഞാൻ പറഞ്ഞാണ്. ഒരു -∞ +∞, ഇവിടെ 0, ഇവിടെ -2 +2. -2 നിന്നും +2 നിന്നും ഏത് നമ്പർ എടുക്കുകയാണെങ്കിലും, ഈ നമ്പറിന് ഏത് നമ്പർ എടുക്കുകയാണെങ്കിലും അതിന് നമുക്ക് ആ വാല്യൂ ഇടുമ്പോൾ അതിൻ്റെ മോഡുലസ് എന്തായിരിക്കും? 2നെക്കാട്ടി കുറവായിരിക്കും. അപ്പോൾ മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ 2 എതിനെ കവർ ചെയ്യും? -2 2നെ കവർ ചെയ്യും. പിന്നെ മോഡുലസ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 2 എവിടെ കവർ ചെയ്യും? 2 നിന്നും ഇൻഫിനിറ്റിൽ ഏത് നമ്പർ എടുത്ത് നമ്മൾ എക്സിന് ഇട്ടാലും അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 2 ആയിരിക്കും. അതുപോലെ -2 നിന്നും -∞ ഏത് നമ്പർ എടുത്താൽ എന്താവും? അത് ഗ്രേറ്റർ ദാൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ 2 എന്ന് പറയുമ്പോൾ അതിൻ്റെ വാല്യൂ -2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2 ആണ്. -2 നിന്നും +2 വരെ ഏത് വാല്യൂ എടുത്താലും അതിൻ്റെ വാല്യൂ ലെസ് ദാൻ 2 ആയതുകൊണ്ട് അതിൽ കവർ ചെയ്യുന്ന ഏത് ഏരിയ ആണ്? -2 to 2 ആണ്. ബാക്കി എന്താണ്? ബാക്കി എല്ലാ ഇടങ്ങളിലാണ്. ബാക്കി എല്ലാ ഇടങ്ങളിൽ എന്ന് പറയുമ്പോൾ നമുക്ക് അതർവൈസ് നേടാം. ടോട്ടൽ റിയൽ ലൈനിൽ ഇവിടെ മാത്രം -2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2 ആണ്. ബാക്കി അതർവൈസിൽ നമുക്ക് എന്താണ്? ഇവിടെ 2 to ഇൻഫിനിറ്റിയും -2 to -∞ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ a ആയിരിക്കുന്നു. അപ്പോൾ ഇതിനെ എങ്ങനെ റീറൈറ്റ് ചെയ്യാൻ പറ്റും? സോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1, -a ലെസ് ദാൻ എക്സ് ലെസ് ദാൻ a. -a മുതൽ +a വരെ ഏത് വാല്യൂ എടുത്താലും അതിൻ്റെ മോഡുലസ് എന്തായിരിക്കും? ലെസ് ദാൻ a ആയിരിക്കും. പിന്നെ 0 അതർവൈസ്, ബാക്കി എല്ലാ ഏരിയകളും അതർവൈസ്. ഇത് നമുക്ക് സപ്പോസ് റിയൽ ലൈനിൽ നീ ഇടുകയാണെങ്കിൽ നീ ഇവിടെ സൈഡിൽ എവിടെയെങ്കിലും ഇവിടെ തന്നെ ഇടുക.
റിയൽ ലൈൻ ഞാൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു മൈനസ് ഇൻഫിനിറ്റി ഇട്, ഇവിടെ പ്ലസ് ഇൻഫിനിറ്റി ഇട്, ഇവിടെ 0 ഇട്, ഇവിടെ മൈനസ് എ, ഇത് പ്ലസ് എ. ഇവിടെ വരെ നമുക്ക് എന്തായിരിക്കും? ഇവിടെ എന്താവും? മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ എ ആണ്. ഇവിടെ എന്താണ്? മോഡുലസ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എ ആണ്. ഇവിടെ എന്താണ്? മോഡുലസ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എ ആണ്. അപ്പോൾ എന്ത് മനസ്സിലായി? മൈനസ് എ മുതൽ പ്ലസ് എ വരെ ഉള്ള ഏത് പോയിന്റ് എടുത്താലും മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ എ. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും? മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ എ എന്ന് പറയുമ്പോൾ മൈനസ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എ ആണ്. പിന്നെ ബാക്കി എല്ലാ ഇടങ്ങളിലും ഇവിടെ എ ടു ഇൻഫിനിറ്റി എടുത്താലും അതിൻ്റെ വാല്യൂ 0. മോഡുലസ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എ എവിടെയൊക്കെ കവർ ചെയ്യും? എ ടു ഇൻഫിനിറ്റിയും കവർ ചെയ്യും, മൈനസ് എ ടു മൈനസ് ഇൻഫിനിറ്റിയും കവർ ചെയ്യും. അപ്പോൾ 0 എപ്പോൾ? ബാക്കി എല്ലാ ഇടങ്ങളും അതർവൈസ്. ഓക്കെ, ഇത് നീ വേണമെങ്കിൽ നീ നിൻ്റെ നോട്ടിൽ സൈഡിൽ കുറച്ച് നീറ്റായിട്ട് എഴുതിയെടുക്കുക, അതർവൈസ്. ഓക്കെ, ഇതിന് നമുക്ക് ഇങ്ങനെ റീറൈറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോർമുല എഴുതുന്നത്. ഫോർമുല എന്ന് പറയുമ്പോൾ ദ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് f of x is formula എന്താണ്? ക്യാപിറ്റൽ F of omega equal to square root of 2 by pi integral minus infinity to plus infinity f of x into e raised to minus I omega x dx ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ എന്താണ്? മൈനസ് എ മുതൽ പ്ലസ് എ വരെ മാത്രമേ വാല്യൂ ഉള്ളൂ. അതിൻ്റെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താണ്? 1 ആണ്. ക്ലിയർ ആണ് നോക്കുക. മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ ആകുമ്പോൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അത് ഏതൊക്കെ പറയും? മൈനസ് എയും പ്ലസ് എയിലുള്ള ഏത് വാല്യൂ എടുത്താലും മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ ആയിരിക്കും. ബാക്കി എവിടെ എടുത്താലും മോഡുലസ് ഓഫ് എക്സ് എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ എ ആയിരിക്കും. സോ അതിന് അതർവൈസ് ഇട്ടിരിക്കുന്നു ബാക്കി എല്ലായിടത്തിലും. അപ്പോൾ ഇവിടെ നമുക്ക് എവിടെ മാത്രം വാല്യൂ ഉണ്ട്? മൈനസ് എ ടു പ്ലസ് എയിൽ മാത്രമേ വാല്യൂ ഉള്ളൂ. ബാക്കി ഇടങ്ങളിൽ 0 ആയതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും കവർ ചെയ്യേണ്ട ആവശ്യമില്ല. ഏത് മാത്രം ഇട്ടാൽ മതി? മൈനസ് എ ടു പ്ലസ് എയിലുള്ള വാല്യൂ ഇട്ടാൽ മതി. ബാക്കി ഇടങ്ങളിൽ 0 വരുമ്പോൾ എന്ത് ചെയ്യും? ഇൻറ്റഗ്രേഷൻ ചെയ്യുന്ന ഫംഗ്ഷൻ 0 ആണെങ്കിൽ ടോട്ടൽ വാല്യൂ 0 ആയി പോകും. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്തായിട്ട് മാറും? ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2 by pi. സോറി, അതിൻ്റെ ഫോർമുല ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. സ്ക്വയർ റൂട്ട് ഓഫ് 2 by pi ഉള്ള ഫോർമുല എന്ന് പറയുന്നത് 1 by സ്ക്വയർ റൂട്ട് ഓഫ് 2 pi ആണ്. അതായത് നമ്മുടെ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 1 by സ്ക്വയർ റൂട്ട് ഓഫ് 2 pi ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇ റൈസ്ഡ് ഐ ഒമേഗ എക്സ് ഡി എക്സ് ആണ്. അപ്പോൾ ഇവിടെ അതുപോലെ എന്താവുക? 1 by സ്ക്വയർ റൂട്ട് ഓഫ് 2 pi ഇൻ്റഗ്രൽ മൈനസ് 1 ടു പ്ലസ് 1 എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താണ്? മൈനസ് എ ടു പ്ലസ് എ. അവിടെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താണ്? 1 ആണ്. 1 ഇൻറ്റു ഇ റൈസ് ടു ഐ ഒമേഗ എക്സ് ഡി എക്സ്. ബാക്കി ഇടങ്ങളിൽ 0 ആയതുകൊണ്ട് ഞാൻ അവിടെ ഇടേണ്ട ആവശ്യമില്ല. കാര്യം ഇൻറ്റഗ്രൻ്റ് 0 ആണെങ്കിൽ ഇൻറ്റഗ്രേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 0 ആണ്. അപ്പോൾ ഇ റൈസ് ടു ഐ ഒമേഗ എക്സിൻ്റെ വാല്യൂ എന്താണ്? ഇ റൈസ് ടു ഐ തീറ്റ ആകുമ്പോൾ കാസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റ ആണ്. അപ്പോൾ ഇ റൈസ് ടു ഐ ഒമേഗ എക്സ് എന്നാകുമ്പോൾ എന്താകും? 1 by സ്ക്വയർ റൂട്ട് ഓഫ് 2 pi ഇൻ്റഗ്രൽ മൈനസ് എ ടു പ്ലസ് എ ഇ റൈസ് ടു ഐ ഒമേഗ എക്സിനെ തീറ്റ എന്ന് എടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? കാസ് ഒമേഗ എക്സ് മൈനസ് ഐ സൈൻ ഒമേഗ എക്സ് ഇൻറ്റു ഡി എക്സ് എന്നാവും. ജസ്റ്റ് മുമ്പ് നോക്കിയ ഇ റൈസ് ടു ഐ തീറ്റ മൈനസ് ഐ തീറ്റ ആകുമ്പോൾ കാസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റ ആണ്. തീറ്റേൻ്റെ പോലെ ഇരിക്കുന്നത് ഒമേഗ എക്സ് ആണ്. അപ്പോൾ കാസ് ഒമേഗ എക്സ് മൈനസ് ഐ സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. അപ്പോൾ ഈ ഇൻ്റഗ്രേഷൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. സോ എന്താണ്? 1 by സ്ക്വയർ റൂട്ട് ഓഫ് 2 pi. ഫസ്റ്റ് ഇൻ്റഗ്രൽ എന്താണ്? ഇൻ്റഗ്രൽ മൈനസ് എ ടു പ്ലസ് എ കാസ് ഒമേഗ എക്സ് ഡി എക്സ്. പിന്നെ സെക്കൻഡ് എന്താണ്? മൈനസ് ഐ ഇൻറ്റു കോൺസ്റ്റൻ്റ് ആണ് ഐ. പിന്നെ ഇൻ്റഗ്രൽ മൈനസ് എ ടു പ്ലസ് എ സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. ഇനിയുള്ള പ്രോബ്ലംസ് ഞാൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യൂല. ഞാൻ ഇപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഫസ്റ്റ് ആകുമ്പോൾ കാസ് ഒമേഗ എക്സിൻ്റെ ഡി എക്സ് ഇട്ട് മൈനസ് ഐ കോൺസ്റ്റൻ്റ് ആണ് സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പ് ഞാൻ എടുത്ത റിസൾട്ട് എന്താ? ഒരു മൈനസ് എൽ ടു പ്ലസ് എൽ അല്ലെങ്കിൽ മൈനസ് എ ടു എ അവിടെ ഒരു ഈവൻ ഫംഗ്ഷൻ വരികയാണെങ്കിൽ കൊസൈൻ ഫംഗ്ഷൻ ഈവൻ ആണ്. അത് നമ്മൾ ഇങ്ങനെ എടുക്കാം 2 times ഇൻ്റഗ്രൽ 0 to a എന്നെടുക്കാം. സപ്പോസ് ഒരു ഓഡ് ഫംഗ്ഷൻ വരികയാണെങ്കിൽ മൈനസ് എ ടു പ്ലസ് എ അതായത് മൈനസ് എൽ ടു പ്ലസ് എല്ലോ ഇതോ വന്നാൽ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് മൈനസ് ഡിഫറൻ്റ് ആണെങ്കിൽ ഒരു ഓഡ് ഫംഗ്ഷൻ വരികയാണെങ്കിൽ അതിൻ്റെ വാല്യൂ 0 ആണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് കൊസൈൻ ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷനാണ്, സൈൻ ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷനാണ്. അപ്പോൾ ഈ ടൈം എന്താവും? 0 ആവും. ഇതെന്താവും? 2 times എടുക്കാം. അങ്ങനെ എന്തെങ്കിലും കിട്ടും? 1 by സ്ക്വയർ റൂട്ട് ഓഫ് 2 pi 2 into integral 0 to a cos omega x dx minus I into ഈ ടേം കംപ്ലീറ്റ് ആയിട്ട് 0 ആണ്. അതിൻ്റെ റീസൺ സൈൻ ഒമേഗ എക്സ് ഓഡ് ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഇത്ര മാത്രം ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ മതി. ദാറ്റ് ഈസ് 2 by സ്ക്വയർ റൂട്ട് ഓഫ് 2 pi
ഇതിൻ്റെ ഇൻ്റഗ്രൽ 0 to a cos omega x dx. ഓക്കെ, ബാക്കി വളരെ നിസ്സാരമാണ്. കാസ് ഒമേഗ എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ സൈൻ ഒമേഗ എക്സ് ബൈ ഒമേഗ ആണ്. പിന്നെ അപ്പർ ലിമിറ്റ് എ ഇടുക, ലോവർ ലിമിറ്റ് 0 ഇടുക. ഇത്രയേ ഉള്ളൂ ഈ പ്രോബ്ലത്തിൽ. അടുത്ത സ്റ്റെപ്പായിട്ടുള്ളത് ഞാൻ വേണമെങ്കിൽ ഇവിടെ കുറച്ച് സ്ഥലങ്ങളുണ്ട്, ഞാൻ ഇവിടെ തന്നെ എഴുതാം. സോ ഈക്വൽ ടു ഈ 2-നെ നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും മക്കളെ? ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ 2-നെ √2 ഇൻറ്റു √2 എന്ന് എടുക്കാം. ഓക്കെ, എന്തുകൊണ്ട് ഈ √2-നെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഇതിന് √2 ഇൻറ്റു √2 ഞാൻ വേണമെങ്കിൽ ഓൺലൈൻ ഇടാം. ദറ്റ് ഈസ് √2 ഇൻറ്റു √2 ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 2π. പിന്നെ ഇവിടെ കാസ് ഒമേഗ എക്സ് ഇൻ്റഗ്രേഷൻ സൈൻ ഒമേഗ എക്സ് ബൈ ഒമേഗ. ലിമിറ്റ് എന്താണ്? 0 to a. ഇപ്പോൾ എക്സ് വരുന്ന ഇടത്തിൽ എ ഇടുക. ഈ ഒരു √2ഉം ഈ √2ഉം ക്യാൻസൽ ആകുമ്പോൾ എന്തായിരിക്കും? √2 ബൈ √π. ഇവിടെ എന്താണ് വരും? എക്സിന് നമുക്ക് ഈ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സൈൻ ഒമേഗ എ ബൈ ഒമേഗ മൈനസ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം സൈനിൻ്റെ വാല്യൂ ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ സൈൻ 0യുടെ വാല്യൂ 0 ആണ്. 0. അപ്പോൾ ലാസ്റ്റ് ആൻസർ എന്ത് കിട്ടും? ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2/π ഇൻറ്റു സൈൻ എ ഒമേഗ. അതായത് ഒമേഗ എ, അതിന് എ ഒമേഗ ബൈ ഒമേഗ. ഇതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, നിങ്ങൾ കണ്ടപ്പോൾ ഇൻ്റഗ്രേഷനെ കണ്ടപ്പോൾ ഒത്തിരി പേടിച്ചു പോയി. ഇത്രയും കാര്യങ്ങൾ നോക്കുമ്പോൾ വളരെ ക്ലിയർ ആണ്. ഗിവൺ ഫംഗ്ഷൻ റീറൈറ്റ് ചെയ്ത് ആ ഫോർമുല എഴുതി. ഇവിടെ തന്നിരിക്കുന്നത് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ -a to +a മാത്രം 1 ആണ്, ബാക്കി ഇടങ്ങൾ 0 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ആ -∞ +∞ നമുക്ക് ഏത് മാത്രം കണ്ടാൽ മതി? വാല്യൂ ഉള്ളത് മാത്രം നോക്കിയാൽ മതി. സോ അങ്ങനെ -a to +a അതിൻ്റെ വാല്യൂ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 1, ബാക്കി ഇടങ്ങൾ 0 ആയതുകൊണ്ട് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ -a to ഇട്ട് പിന്നെ e⁻i ഒമേഗ എക്സിൻ്റെ ഫോർമുല കാസ് ഒമേഗ എക്സിൻ്റെ i sin ഒമേഗ എക്സ് ആണ്. പിന്നെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഇതൊരു ഇൻ്റഗ്രേഷൻ -i അതൊരു ഇൻ്റഗ്രേഷൻ dx ഇട്ട് ഇത് ഈവൻ ഫംഗ്ഷൻ ആകുമ്പോൾ 2 times 0 to a ആവും. ഈ സൈൻ ഒമേഗ എക്സ് ഓഡ് ഫംഗ്ഷൻ ആകുമ്പോൾ അതിൻ്റെ വാല്യൂ 0 ആവും. പിന്നെ ഇത്രയും കിട്ടി. നമുക്കിതിനെ കാസ് ഒമേഗ എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ ഒമേഗ എക്സ് ബൈ ഒമേഗ ആണ്. പിന്നെ എക്സിന് പകരം നമുക്ക് എന്തിട്ട് അപ്പർ ലിമിറ്റ് എയും ഇടുമ്പോൾ നമുക്ക് സൈൻ ഒമേഗ എ ബൈ ഒമേഗ മൈനസ് സൈൻ 0 ആണ്. സോ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറാണ്. ഓക്കെ, ഇത് ഒരു KTUവിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യന് പോവാം. നിങ്ങളൊരു പ്രാവശ്യം ഇതിനെ പാസ് ചെയ്തിട്ട് ഇതിന് ഒന്ന് നോട്ട് എടുക്കുക. ഓക്കെ.